നമസ്കാരം. ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഇറാൻ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരൊക്കെയാണ് പട്ടികയിൽ മുന്നിലുള്ളത്? എന്താണ് അവരുടെ വിദേശ നിലപാട്? ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം എങ്ങനെ ആയിരിക്കും? പരിശോധിക്കാൻ വിശദമായി ഞാൻ ലിയോ. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം ഇഷ്ടപ്പെടാത്ത കടുത്ത അമേരിക്ക വിരുദ്ധരാണ് ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുൻപന്തിയിലുള്ളത്. ഇതിൽ ഒരാൾക്ക് മാത്രമാണ് വ്യത്യസ്ത നിലപാടുള്ളത്. അദ്ദേഹത്തിൽ തുടങ്ങാം നമുക്ക്. മസൂദ് പെസേഷ്കിയൻ. ഇറാൻ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്നവരിലെ ഏക പരിഷ്കരണവാദിയാണ് അദ്ദേഹം. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം എന്ന് ശക്തമായി വാദിക്കുന്നയാൾ. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആണവ ഉടമ്പടി പുതുക്കാതെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുകയാണ് തൻ്റെ എതിരാളികളായ യാഥാസ്ഥിതികവാദികൾ എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. മുൻ വിദേശകാര്യമന്ത്രി ജവാദ് സരീഫ് ആണ് മസൂദ് പെസേഷ്കിയൻ്റെ വിദേശ നയങ്ങളിലെ ഉപദേശകൻ. ഹസൻ റുഹാനി ഇറാൻ പ്രസിഡന്റായിരുന്നപ്പോൾ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ സരീഫിൻ്റെ പിന്തുണ തേടിയതിലൂടെ പെസേഷ്കിയൻ്റെ നിലപാടും വ്യക്തമാവുകയാണ്. റഷ്യയെയും ചൈനയെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട രീതിക്ക് മാറ്റം വേണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണം. അതിൽ അമേരിക്കയുമുണ്ട്. അതിലൂടെ ഉപരോധങ്ങൾ നീക്കി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം എന്നും പെസേഷ്കിയൻ നിർദ്ദേശിക്കുന്നു. ഇനി അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിലേക്ക്. സയ്യിദ് ജലീലി. പാശ്ചാത്യ ലോകവുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്ന് വാദിക്കുന്ന 58-കാരൻ. ആണവ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം മുൻപ്. പാശ്ചാത്യ സമ്മർദ്ദത്തെ അതിജീവിക്കുക, സ്വയം പര്യാപ്തത കൈവരിക്കുക, ആരുടെ സഹായമില്ലെങ്കിലും ഇറാന് മുന്നോട്ട് പോകാൻ സാധിക്കണം, അതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തര വിദേശ നയമാണ് ജലീലി മുന്നോട്ട് വയ്ക്കുന്നത്. മികച്ച സാമ്പത്തിക പുരോഗതി നേടുക, അതിലൂടെ ഒരു ഉപരോധത്തിനും ഇറാനെ തടഞ്ഞു നിർത്താനാകില്ല എന്ന് തെളിയിക്കുക. ഇതാണ് ജലീലിയുടെ ലക്ഷ്യം. അമേരിക്കയുടെ സ്വാധീനത്തെ മറികടക്കുന്നതിനായി ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങൾ, അതിനോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയവയുമായി അടുക്കുക എന്നതാണ് ജലീലി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഒരു ബദൽ നിർദ്ദേശമാണത്. ആണവ പരിപാടികൾക്കായി പാശ്ചാത്യ രാജ്യങ്ങളുമായി സന്ധി സംഭാഷണം നടത്തേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ജലീലി 2007 മുതൽ പാശ്ചാത്യ നയതന്ത്രജ്ഞരുടെ കണ്ണിലെ കരടാണ്. ബാർട്ടർ സിസ്റ്റം പോലുള്ള സമാന്തര വാണിജ്യ രീതികൾ അവലംബിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ജലീലി. അലി റേസ സഖാനിയാണ് മൂന്നാമത്തെ ആൾ. ടെഹ്റാൻ്റെ നിലവിലെ മേയറാണ് 58-കാരനായ അലി റേസ സഖാനി. നയതന്ത്ര നീക്കത്തിലൂടെ ഉപരോധത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്ന അഭിപ്രായക്കാരനാണ് അലി റേസ സഖാനി. അമേരിക്ക ഇപ്പോഴത്തെ നിലപാടിൽ മാറ്റം വരുത്തണം. അമേരിക്ക ഇറാനുമായി ഇപ്പോൾ പുലർത്തുന്ന നിലപാടിൽ മാറ്റം വരുത്തണം. മുൻപ് ഇറാനോട് ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. എങ്ങനെയാണെങ്കിൽ അവരുമായി ചർച്ചകൾക്ക് തയ്യാറാണ്. ഇതാണ് സഖാനി പറയുന്ന കാര്യം. ജലീലിയെപ്പോലെ തന്നെ അമേരിക്കയെയും ചില യൂറോപ്യൻ രാജ്യങ്ങളും മാത്രമല്ല ലോകം എന്ന് വിശ്വസിക്കുന്ന ആളാണ് സഖാനിയും. റഷ്യയുമായും ചൈനയുമായും ഉള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് സഖാനി മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ഇറാൻ്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ച നടത്താം. ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാവണം ചർച്ചകൾ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുഹമ്മദ് ബാഗർ ഖാലിബോഫിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. പ്രായോഗികവാദിയായ കടും നിലപാടുകാരൻ, അതാണ് അദ്ദേഹം. ഇറാൻ പാർലമെൻറ്റ് സ്പീക്കറായ ഇദ്ദേഹത്തിനാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നിരീക്ഷകർ പറയുന്നത്. അമേരിക്കയുമായുള്ള ആണവ കരാർ ചർച്ച നടത്തി പുതുക്കാം എന്നാണ് 62-കാരനായ ഖാലിബാഫിൻ്റെ നിലപാട്. ഉറപ്പായും അമേരിക്കയുമായി ചർച്ച നടത്തി ധാരണയിൽ എത്തും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പ്രായോഗികമായ വിദേശ നയമാണ് ഖാലിബാഫ് മുന്നോട്ട് വയ്ക്കുന്നത്. യാഥാസ്ഥിതികമായ ഇറാൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ അനിവാര്യമായ മാറ്റങ്ങളോടെ പാശ്ചാത്യ രാജ്യങ്ങളുമായി ധാരണയിൽ എത്താം എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഖാലിബാഫ് പ്രസിഡന്റ് ആയാൽ യാഥാസ്ഥിതിക നിലപാടുകൾ വാക്കിൽ മാത്രം ഒതുക്കിക്കൊണ്ട് അമേരിക്കയുമായി ധാരണയിൽ എത്തുന്ന രീതി പ്രതീക്ഷിക്കാമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഉപരോധങ്ങളിൽ അയവാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് പദത്തിലേക്കുള്ള മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി അമീർ ഹൊസൈൻ ഗാസിസാദെയാണ്. അദ്ദേഹം അന്തരിച്ച റെയ്സിയുടെ വിശ്വസ്തനുമാണ്. 53-കാരനായ ഹഷേമി റെയ്സിയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളുമായിരുന്നു. റെയ്സിയുടെ നയങ്ങളെ
അന്ധമായി പിന്തുടരുന്ന നേതാവാണ്. 2021 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹഷേമി 10 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടിയിരുന്നു. വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റാണ് ഇപ്പോഴും എന്ന് ചുരുക്കം. റെയ്സിയുടെ നയങ്ങൾ പിന്തുടരും എന്നാണ് പ്രധാനമായും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ആണവ ചർച്ചകളെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇസ്രായേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതേയില്ല. ഇസ്രായേലുമായി ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് UAE പറഞ്ഞപ്പോൾ അതിനെ വളരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഫലസ്തീനോടുള്ള അനാദരവാണ് എന്നാണ് ഹഷേമി പറഞ്ഞത്. അധികാരത്തിലെത്തിയാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി അദ്ദേഹം പുലർത്തിയേക്കാവുന്ന നിലപാട് എന്തായിരിക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന. പാശ്ചാത്യ രാജ്യങ്ങളുമായി വാണിജ്യ ഇടപാട് നടത്തുന്നതിനേക്കാൾ അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തണം എന്നതാണ് ഹഷേമിയുടെ സ്റ്റാൻഡ്. മുസ്തഫ പോർ മുഹമ്മദിയാണ് പട്ടികയിൽ ഒടുവിലത്തെ പേര്. 64-കാരനായ മുസ്തഫ മാത്രമാണ് മത്സരരംഗത്തുള്ള ഏക ഷിയ പുരോഹിതൻ. മഹ്മൂദ് അഹമ്മദിനജാദിൻ്റെ കീഴിൽ ആഭ്യന്തര മന്ത്രിയായും റുഹാനി പ്രസിഡന്റായിരുന്നപ്പോൾ നീതിന്യായ മന്ത്രിയായും പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ 1988 ഇറാനിൽ നടന്ന കൂട്ടക്കൊലകളുടെ പേരിൽ കുപ്രസിദ്ധനാണ് മുസ്തഫ. കുപ്രസിദ്ധനായ മനുഷ്യാവകാശ ലംഘകൻ എന്നാണ് അദ്ദേഹത്തെ അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് വിശേഷിപ്പിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു രീതി ഉള്ളതിനാൽ അദ്ദേഹത്തിന് പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധമല്ല ഉള്ളത്. ഇനി അത് മെച്ചപ്പെടാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഭരണകൂടത്തിൻ്റെ നിലപാടിനെ മുസ്തഫ വളരെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. നൽകുന്ന പിന്തുണയ്ക്ക് അനുസൃതമായ ഗുണം റഷ്യയിൽ നിന്നും ഇറാന് ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആഗോള ശക്തികളുമായി പ്രായോഗികമായ നീക്കുപോക്കുകൾ നടത്തി ഇറാന് നേട്ടമുണ്ടാക്കുക എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അദ്ദേഹം പരമ്പരാഗത രീതിയിലുള്ള സമീപനത്തെ പിന്തുണയ്ക്കുന്ന ആളാണ് മുസ്തഫ എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇതാണ് ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രധാന സ്ഥാനാർത്ഥികളുടെ നിലപാട് സംബന്ധിച്ചുള്ള ചെറുവിവരണം. ആരധികാരത്തിൽ വരും എന്നത് അവരുടെ അമേരിക്കയുമായുള്ള ബന്ധത്തെ നിർണ്ണയിക്കും. അതായത് ഉപരോധം ഒഴിവാക്കുന്നതും സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതും അതിൽ അധിഷ്ഠിതമായിരിക്കുമെന്ന് ചുരുക്കം. മാത്രമല്ല റഷ്യ, ചൈന കൂടാതെ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയവരുമായുള്ള ബന്ധത്തെയും അത് സ്വാധീനിക്കും. എടുത്തു പറയേണ്ട കാര്യം, ആരധികാരത്തിൽ വന്നാലും ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കുവാൻ ശ്രമിക്കുമെന്നതാണ്. കാരണം റഷ്യയ്ക്കും ചൈനയ്ക്കും അപ്പുറം വിശ്വസിക്കാവുന്ന ഒരു വാണിജ്യ വ്യാപാര പങ്കാളിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ. മർമ്മപ്രധാന തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യക്ക് കൈമാറിയത് അതിന് തെളിവാണ്. ഇന്ത്യയുമായി കൂടുതൽ വാണിജ്യ ഇടപാടുകൾ ഇറാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.